ഫ്ലാഷ് ബാക്ക്. ഞാൻ എന്റെ തന്തയ്ക്ക് വിളിക്കേണ്ട ആവശ്യം എന്താ പൂറി മോനെ? നീ ആരാന്ന് വെച്ചിട്ട് നിന്റെ കണ്ണാടി പൂറി മോന്റെ. ഓ മൈ ഗോഡ്. റിയാക്ഷൻ കണ്ട കുറെ ആൾക്കാരുണ്ട്, എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഫേസില് ഞാൻ പറഞ്ഞു ഒന്നും പറയല്ലേ, അത്രല്ലേ ഉള്ളൂ. ഭയങ്കരം തന്നെ. കൊഞ്ചം അങ്കേ പാർ കണ്ണ. മണവാളം ബ്രോ എക്സ്പോഷർ ആണോ വേണ്ടേ? ഇത് അതാണ് കഴിഞ്ഞ ദിവസം എനിക്ക് വ്യൂസിന്റെ ഞാൻ ചോദിക്കുന്ന കേട്ടായിരുന്നു, എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. അവിടെ കറക്റ്റ് ഇപ്പൊ മണവാളിന്റെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ഇതുപോലെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ട്രിഗർ ആയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് മണവാളൻ പറഞ്ഞു അത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ മിസ്റ്റേക്ക് ആയി, ഞാൻ അത് അവരോട് സംസാരിച്ച് സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയ ആളാ. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? ഇപ്പൊ പുള്ളി ഇവര് രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം. എങ്ങനെ ഇരിക്കണം? ഇനി വീണ്ടും നമ്മളെ വെച്ച് അടുത്ത കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെ വിളിച്ചോണ്ടിരിക്കുക. ഈ 4 ആൾ കൂടുമ്പോൾ നിന്റെ ഈ ഷൈനിങ് ഉണ്ടല്ലോ, അത് ഈ ചുപ്പറുണ്ടത് വേണ്ട, അവന്റെ ഒരു ആളാവക്കം. ഞാൻ ഇവരെ നിർത്തി പറയണില്ല, കാരണം ഒരു ബേസിക് റെസ്പെക്ട് എനിക്കുണ്ട്. കാരണം നിങ്ങൾ കുറെ നാളായിട്ട് അറിയാവുന്നവരെ. ഇവരെ നിർത്തി നോക്കുമ്പോൾ ചിലപ്പം വേറെ എന്തെങ്കിലും ആയിട്ട് ബ്രോയ്ക്ക് അത് പിന്നീട് ഫീൽ ആവും. ഇവര് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഒരു മര്യാദ വേണ്ടേ? പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം എനിക്ക് പറയാനുള്ളത്, മനസ്സിലായി? അതാ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞോട്ടെ. അത് ശരിയാ. പിന്നെ എനിക്കെതിരെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ടുപേരെ യൂസ് ചെയ്തതിൽ പുച്ഛം മാത്രമേ ഉള്ളൂ. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. തനിക്ക് അവനെ അറിയാഞ്ഞിട്ടാ, അവനെ ആന്ത്രാക്സിനേക്കാൾ അപകടകാരിയാ. അങ്ങനെയാണ് നമുക്കിപ്പോ ഈ ഒരു കാര്യം ഈ ചാറ്റ് ഭയങ്കര രീതിക്ക് ഭയങ്കര ഇത് വന്നോണ്ടിരിക്കുന്നുണ്ട്. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഭയങ്കര രീതിക്ക്. അതിനു വേണ്ടി നമ്മൾ സംസാരിക്കാൻ എന്തായാലും വന്നേ പറ്റൂ. മാപ്പ് പറയടാ. നിങ്ങളെ ജീവൻ വേണോ അടിക്കോ, അല്ലെങ്കിൽ പാപ്പ നിങ്ങളെടുത്ത് വെള്ളത്തിലിടും.